CSR തട്ടിപ്പിൽ ആയിരക്കണക്കിന് പരാതിക്കാർ രംഗത്തെത്തിയതോടെ പോലീസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ചിന്റെ കൊച്ചി യൂണിറ്റിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക വിങ് ആയിരിക്കും കേസ് അന്വേഷിക്കുക. അതേസമയം പരാതികളിൽ കേസ് എടുക്കുന്നില്ല എന്നാരോപിച്ച് പോലീസിനെതിരെ പരാതിക്കാരിൽ ചിലരും രംഗത്തെത്തി. ഓരോ പരാതിയിലും കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം സമാനമായ പരാതികൾ ഒന്നായി കണ്ട് കേസെടുക്കാനാണ് പോലീസിന്റെ പദ്ധതി. കമ്പക്കെട്ടിന് തീപിടിക്കും പോലെയാണ് CSR തട്ടിപ്പിലെ പരാതി പ്രളയം. തട്ടിപ്പ് പുറത്തുവന്നതോടെ വിവിധ ജില്ലകളിലായി അക്ഷരാർത്ഥത്തിൽ പരാതി പ്രളയം തന്നെയാണ്. വഞ്ചനയ്ക്കിരയായ ആയിരക്കണക്കിന് ആളുകൾ എത്തിയതോടെ ഓരോ കേസിലും FIR ഇടുകയെന്നത് പ്രായോഗികമായി അസാധ്യമായി. കണ്ണൂർ സിറ്റിയിൽ മാത്രം 700ഓളം പരാതികളാണ് CSR ഫണ്ട് തട്ടിപ്പിൽ ലഭിച്ചതെന്ന് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു. കണ്ണൂർ സിറ്റിയിൽ ഏകദേശം 700ഓളം പരാതികളാണ് നമ്മൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ലഭിച്ചിരിക്കുന്ന പരാതികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ടൗണിൽ 168/25 എന്ന രീതിയിൽ ചീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണ്ണൂരിലെ പരാതിയിൽ 7ാം പ്രതിയാക്കിയാണ് KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റിനെതിരെ കേസെടുത്തത്. കണ്ണൂരിലെ സീഡ് സൊസൈറ്റി ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ രേഖകളും കമ്പ്യൂട്ടറുകളും പിടിച്ചെടുത്തു. ഓഫീസ് സീൽ ചെയ്തു. തട്ടിപ്പിൽ സഹകരിച്ച മറ്റ് NGOകളും നിരീക്ഷണത്തിലാണ്. ഇവിടങ്ങളിലും വരും ദിവസങ്ങളിൽ പരിശോധനയുണ്ടാകും. എറണാകുളം ജില്ലയിലും പരാതികൾ കുമിഞ്ഞുകൂടുകയാണ്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു ആദ്യഘട്ട അന്വേഷണം. ടോട്ടൽ ഏകദേശം 10 കേസുകളുണ്ട്. എല്ലാ 3162 and 3184 BNS പ്രകാരം രജിസ്റ്റർ ആയിരുന്നു. നമ്മുടെ ഈ മെയിൻ പ്രതി അനന്തുകൃഷ്ണൻ, ഈ SHO മൂവാറ്റുപുഴ ബേസിൽ തോമസിൻ്റെ കീഴിൽ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡായിരുന്നു. ബാക്കിയെല്ലാം നടപടി ഉടൻ തന്നെ നടത്തുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട്സ് ഫ്രീസ് ആയിരുന്നു. ബാക്കിയെല്ലാം നടപടി ഉടൻ തന്നെ നടത്തുന്നുണ്ട്. ഇടുക്കി ജില്ലയിലും പരാതിയുമായി നിരവധി പേരെത്തി. 3 പരാതികളിൽ നിന്ന് മാത്രം 9.5 കോടിയുടെ തട്ടിപ്പ് കണ്ടെത്തിയെന്ന് ഇടുക്കി SP. ജില്ലയാകെ ഒരുപാടുണ്ട്. 200-ലധികം പരാതികൾ നമുക്ക് ഏകദേശം റിപ്പോർട്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ കേസെടുത്ത് വരുന്നുണ്ട്. കൂടുതൽ അന്വേഷണം വരുന്ന ദിവസങ്ങളുണ്ടാവും. ഒരു കുടുംബത്തിൽ മാത്രം 6 ലക്ഷം രൂപ നഷ്ടമായവരും പരാതിക്കാരിലുണ്ട്. എന്റെ മോളുടെയും കൂടി 1 ലക്ഷം രൂപ പോയിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഇപ്പൊ എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇപ്പം 5-6 ലക്ഷം രൂപയുടെ, എന്റെ വീടുകളിൽ നിന്ന് കൊച്ചച്ഛന്റെ പിള്ളേരും ഒക്കെ ആയിട്ട് ഒരു 6 ലക്ഷം രൂപയുടെ ഉണ്ട്. ഇടുക്കിയിലെ BJP നേതാവായ ഗീതാകുമാരിയിൽ നിന്ന് 25 ലക്ഷം രൂപ അനന്തുകൃഷ്ണൻ തട്ടിയെടുത്തെന്ന് മറ്റൊരു പരാതി. കൂട്ടുകാരോട് പലരോടും മേടിച്ചും മറ്റുള്ളവരോട് പലിശയ്ക്ക് മേടിച്ചും എൻ്റെ ചിട്ടുകളെല്ലാം പിടിച്ചു കൊടുത്തും ബന്ധുക്കളോടും സ്വന്തക്കാരോടും ഒക്കെ കടം മേടിച്ചും ഒക്കെ കൊടുത്താണ് 25 ലക്ഷം രൂപ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ട് പിന്നെ അവിടെയൊക്കെ പോയി ഇതെല്ലാം ശരിയായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ടീച്ചറിന്റെ പൈസ മൊത്തം തരാൻ പോവുകയാണ്, അവിടെ വരണം, മദ്രാസി വരണം, മൊത്തം പൈസയും കൂടെ ഒന്നിച്ചങ്ങ് തന്നേക്കാന്ന് പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി പ്രവാഹം തുടരുകയാണ്. പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഇതുവരെ കിട്ടിയത് 455 പരാതികൾ. വണ്ടി നമ്മുടെ പലർക്കും കിട്ടിയതായിട്ട് നമ്മളൊരു അറിവില്ല. നമ്മുടെ ഈ പ്രദേശത്ത് കിട്ടില്ല, പ്രൊമോട്ടർമാർക്ക് മാത്രം കിട്ടി. വണ്ടി 60,000 രൂപയ്ക്ക് സ്ത്രീകൾക്ക് കൊടുക്കുന്നു എന്ന് ഓഫറിൽ വന്ന് പറഞ്ഞു. അങ്ങനെ 60,000 രൂപ അന്നേരം ഒരു ഡേറ്റ് വെച്ചു. ഈ ജൂൺ 5-ാം തീയതിക്കകം പൈസ അടയ്ക്കുന്നവർക്കേ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞുള്ളവർ പിന്നെ പരാതി പറഞ്ഞാൽ രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് 60,000 രൂപയ്ക്ക് കിട്ടുന്നതല്ലേ എന്ന് വിചാരിച്ച് കാശ് പണയം വെച്ചും പലിശയ്ക്ക് എടുത്തും 60,000 രൂപ കൊടുത്തു. തിരുവനന്തപുരത്തും അനന്തുകൃഷ്ണനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പോത്തൻകോട് സ്റ്റേഷനിലെത്തിയത് 10ഓളം പരാതികൾ. എന്നാൽ പോലീസിനെതിരെയും ചില പരാതിക്കാർ രംഗത്തെത്തി. പരാതിയിൽ കേസെടുക്കുന്നില്ലെന്നാണ് ആരോപണം. വളവട്ടണ സ്റ്റേഷനിൽ 3-4 ദിവസമായി ഇതേപോലെ പോകുന്നു തിരിച്ചു വരുന്ന നമുക്ക് ആയിട്ടൊരു നടപടിയൊന്നും അവരെടുത്തിട്ടില്ല. കേസായിട്ടൊന്നും ഫയൽ ചെയ്തിട്ടുമില്ല. നമ്മൾ പോവില്ലാന്ന് കാണുമ്പോൾ അവര് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന പോലെ ഇതാക്കും. പിന്നെ അത് അല്ലാത്ത അവരുടെ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പിന്നെ പറയാം. ഇപ്പൊ നമുക്ക് നന്നായി മനസ്സിലായി, നമുക്ക് ഒരു നീതിയും അവിടുന്ന് നമ്മൾ കേസ് കൊടുത്ത ഒരു നീതിയും കിട്ടൂല. അവർ നമ്മളെ കേസ് പോലും അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടത്തേക്ക് വരേണ്ടി വന്നതും. ആയിരക്കണക്കിന് പരാതികൾ എത്തിയതോടെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ഓരോ പരാതിയിലും പ്രത്യേകം കേസെടുക്കുന്നതിന് പകരം സമാന സ്വഭാവമുള്ള പരാതികൾ ഒന്നായി കണ്ട് കേസെടുക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ പദ്ധതി. നാളെയും വരും ദിവസങ്ങളിലും കൂടുതൽ പേർ പരാതികളുമായി എത്തുമെന്നും അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. അതോടെ തട്ടിപ്പിന്റെ യഥാർത്ഥ വ്യാപ്തിയും വെളിപ്പെടും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.